മൂന്നാമത്തെ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് മൈക്കിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ റൂബിയുടെ ചാറ്റും അതുപോലെ റൂബിയും മൈക്കും ചേർന്ന് ഒന്നിച്ച് കാറിലെടുത്ത ഫോട്ടോ കണ്ട് സിസിലിയുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുകൾ മുളക്കുന്നതാണ്. ഇനി ഈ സംശയങ്ങൾ അവൾ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുമെന്ന് നമുക്ക് നോക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ സിസിലി മൈക്കിനോട് നീ എന്തുകൊണ്ടാണ് റൂബിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യം എന്നോട് പറയാതിരുന്നത്, അവൾ പ്രഗ്നന്റ് ആണോ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ, അവളെ കാണാതായപ്പോൾ പോലും നീ അവളോട് ചാറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. നീ പറഞ്ഞു വരുന്നത് എന്താ, റൂബിയുടെ പ്രഗ്നൻസിക്ക് കാരണം ഞാനാണെന്നാണോ? അത് കേട്ട് സിസിലി റൂബി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൾ വേറെ ആരും ആയിട്ട് അടുപ്പമുണ്ടെന്നാണ്. അന്നേരം മൈക്ക് അപ്പൊ ആ അടുപ്പമുള്ളയാൾ ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്, വെറുതെ ഓരോ ഇല്ലാത്തത് പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകും. മറുഭാഗത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ റൂബിയുടെ ബാഗ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആയിഷക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്ഥലത്തേക്ക് ആയിഷ പോകും. അതേസമയം സ്കൂളിൽ നിന്ന് ഓസ്കാർ വീഗോയ്ക്ക് എന്തോ ഒന്ന് ഫോണിൽ കാണിച്ചു കൊടുക്കും. എന്നാൽ അതെന്താണെന്ന് നമ്മളെ കാണിക്കില്ല. ഇവിടെ റൂബിയുടെ ബാഗ് കിട്ടിയ ആയിഷ അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കും. അതിലൊരു ഹോട്ടലിന്റെ അഡ്രസ് ഉൾപ്പെടെയുള്ള കാർഡ് ഉണ്ടാകും. അങ്ങനെ ആയിഷ ആ അഡ്രസ്സിൽ പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് പോയിട്ട് താൻ ആരാണെന്ന് പറഞ്ഞതിന് ശേഷം അവിടെയുള്ള റിസപ്ഷനിസ്റ്റിനോട് റൂബിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളെ അറിയാമോ എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ആ സ്റ്റാഫ് പറയും. അപ്പൊ ആയിഷ നിങ്ങളുടെ ഇവിടുത്തെ ബാക്കിയുള്ള കോവർക്കേഴ്സിനോട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ കോവർക്കേഴ്സിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ ഹോട്ടലിലെ ഓരോ വർക്കേഴ്സിനോടും റൂബിയെ പറ്റി ചോദിക്കുന്ന സമയത്ത് ആന്റോൺ എന്ന് പറയുന്ന ഒരുത്തൻ റൂബിയെ ഒരു തവണ ഹോട്ടലിൽ വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും കൂടാതെ അവൾക്ക് താൻ കോഫി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അവളുടെ കൂടെ അന്ന് വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയും. അത് കേട്ട ആയിഷ റൂബിയുടെ കൂടെ ഉണ്ടായ ആളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഏകദേശം ഒരു സാധാരണ ആളെ പോലെയായിരുന്നു. പിന്നെ അയാളുടെ വണ്ടി പോർഷെ ആയിരുന്നു എന്ന് പറയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആയിഷ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് സ്റ്റേഷനിൽ വിളിച്ചിട്ട് നാട്ടിൽ എത്ര പേർക്ക് പോർഷെ സ്വന്തമായിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഡാർണിയുടെ റെസ്റ്റോറന്റ് ആണ് കാണിക്കുക. ഈ പോലീസുകാർ എന്താ റൂബിയുടെ മിസ്സിംഗ് കേസിന് അത്ര പ്രാധാന്യം കൊടുക്കാത്തത്? റൂബി ഈ നാട്ടുകാരി ആയിരുന്നെങ്കിൽ പോലീസ് പെട്ടെന്ന് തന്നെ അവളെ കണ്ടുപിടിക്കുമായിരുന്നു. ഇതവൾ ഈ നാട്ടുകാരി അല്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ കേസ് മര്യാദയ്ക്ക് അന്വേഷിക്കാത്തതെന്ന് ഡാർണിയോട് പറയും. നമുക്ക് നോക്കാം, ചിലപ്പോൾ അവൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിലോ, അവൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയതാണെങ്കിലോ എന്ന് ഡാർണ പറയും. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, കാരണം റൂബി തന്നെ പലതവണ അവളുടെ ഫിയാൻസിയായ യുവാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു എന്ന് കിം പറയും. അപ്പൊ ഡാർണ പറയും അതൊന്നും നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം ഒരു സ്ത്രീ എബ്രോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ചിന്താഗതി മാറിക്കൂടാ എന്നില്ല. എന്നെ തന്നെ നോക്ക്, ഞാൻ നാട്ടിൽ നിന്ന് മാരേജ് ഉറപ്പിച്ച ഒരാളായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയതിനു ശേഷം ജോണിനെ ഞാൻ കണ്ടുമുട്ടി, അങ്ങനെ അവനെ വിവാഹം ചെയ്തു. സോ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഏഞ്ചൽ നമ്മൾക്കൊരു കാര്യം ചെയ്താലോ? ഏതായാലും ഈ കേസ് വലിയ കാര്യമായിട്ട് പോലീസ് എടുക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടേതായ രീതിയിൽ അന്വേഷണം നടത്തിക്കൂടാ? റൂബിയുടെ ബാഗ് കിട്ടിയ സ്ഥലത്ത് പോയിട്ട് നമുക്ക് സെർച്ച് പാർട്ടി ഓർഗനൈസ് ചെയ്താലോ എന്ന് ചോദിക്കും. അത് നല്ലൊരു ഐഡിയ ആണെന്ന് മനസ്സിലാക്കിയ ബാക്കി എല്ലാവരും ഏഞ്ചൽ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറയും. പിറ്റേ ദിവസം ഏഞ്ചൽ സിസിലിയുടെ അടുത്ത് പോയിട്ട് നാളെ ഞാനും എന്റെ ഫ്രണ്ട്സും ചേർന്ന് റൂബിയുടെ ബാഗ് കിട്ടിയ സ്ഥലത്ത് ഒരു സെർച്ച് പാർട്ടി നടത്തുന്നുണ്ട്. സോ എനിക്ക് നാളെ ലീവ് തരാമോ? പകരം ഞാൻ വീക്കെൻഡ് വർക്ക് ചെയ്യാമെന്ന് പറയും. അന്നേരം സിസിലി വീക്കെൻഡ് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ ഏതായാലും നാളെ പോയിക്കോ, ഞാനും നാളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ആ ഭാഗത്ത് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൈകാര്യം ചെയ്യുന്നവരുടെ ഓഫീസിലേക്ക് ആയിഷ പോകും. അവിടെ എത്തിയ ആയിഷയോട് അവർ ഈ ഏരിയയിൽ ആകെ 2 ആളുകൾക്കാണ് പോർഷെ ഉള്ളത്. വേറെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഒരു കാറിന്റെ ഉടമസ്ഥൻ റേപ്പ് കേസിന് പ്രതിയായ ഒരാളാണ്, പേര് മൈക്ക്. അതായത് സിസിലിയുടെ ഹസ്ബൻഡ് മൈക്കിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഏകദേശം 2-3 വർഷങ്ങൾക്ക് മുമ്പ് മൈക്ക് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ സ്റ്റാഫ് ആയിഷയോട് പറയും. അതെല്ലാം കേട്ട ആയിഷയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കുമിഞ്ഞുകൂടും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം സിസിലി വീഗോയെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്ത് ഓസ്കാറിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്ന കാതറിനെ അവിടെ കാണും. കാതറിൻ, ഇന്ന് നീയാണോ വീഗോയെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത്? ഏഞ്ചൽ എവിടെ എന്ന് സിസിലിയോട് ചോദിക്കും. അവളും അവളുടെ ഫ്രണ്ട്സും കൂടി റൂബിയുടെ മിസ്സിങ്ങിനോടനുബന്ധിച്ച് ആ ബാഗ് കിട്ടിയ പ്ലേസിൽ ഒരു സെർച്ച് പാർട്ടി നടത്തുന്നുണ്ട്. അപ്പോൾ അവൾ അതിന്റെ തിരക്കിലാണെന്ന് സിസിലി പറയും. ആണോ? ആ ഭാഗത്ത് കൂടുതൽ ആളുകളും ജോഗിങ്ങിനൊക്കെ പോകുന്നതാണ്. ഇനി അഥവാ അവിടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ആളുകൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തേനെ. അതെനിക്കറിയില്ല, ഏതായാലും ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് സിസിലി പറയും. അത് കേട്ട കാതറിൻ, അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ടെന്ന് പറയും. അങ്ങനെ അവർ 2 പേര് സെർച്ച് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ ആയിഷയും ഉണ്ടാകും. ആ കൂട്ടത്തിൽ ചർച്ചിലെ ഫാദർ ഉണ്ടാകും. ആ നേരത്തെ ആയിഷ ഫാദറിനോട്, എനിക്കറിയാം അന്ന് ഞാൻ റൂബിയെ പറ്റി ചോദിച്ച സമയത്ത് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ അവളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നോട് തുറന്നു പറയാതിരുന്നതെന്ന്. എന്നാൽ കേസിന്റെ ചുരുൾ അഴിക്കും തോറും റൂബിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. റൂബി അന്ന് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് റൂബി പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ആയിഷ ഫാദറിനോട് ചോദിക്കും. അത് എന്നോട്
പറഞ്ഞിട്ടില്ല. അവൾ റേപ്പിന് ഇരയായി എന്നായിരുന്നു പറഞ്ഞത്. ശേഷം അവൾ അബോർഷൻ ചെയ്താലോ എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ ഞങ്ങളുടെ മതപ്രകാരം അങ്ങനെ ചെയ്യരുതെന്നും പിന്നെ ആരാണോ ഈ പ്രഗ്നൻസിക്ക് പിന്നിൽ അവരുമായിട്ട് സംസാരിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഫാദർ പറയും. ഫാദറിന്റെ വാക്കുകൾ കേട്ട ആയിഷ നേരെ സ്റ്റേഷനിൽ ചെന്നിട്ട് കാർലോയോട് ഫാദർ പറഞ്ഞ കാര്യങ്ങളും ഇതിന്റെ പിന്നിൽ മൈക്ക് ആണോ എന്ന് തനിക്ക് ഡൗട്ട് ഉണ്ടെന്നും പറയും. എന്നിട്ട് ആയിഷ തുടർന്ന് പറയും, അന്ന് രാത്രി കാതറിൻ ഉറങ്ങിയതിനു ശേഷം റൂബി ചിലപ്പോൾ മൈക്കിന്റെ അടുത്തേക്ക് താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടാകാം. അപ്പൊ മൈക്ക് അതൊന്നും മൈൻഡ് ആക്കിയിട്ടുണ്ടാകില്ല. കാരണം അവന് കുടുംബവും കുട്ടികളും ഉള്ളതാണല്ലോ. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ അവന്റെ മാനാഭിമാനം വരെ പോകുമല്ലോ. മൈക്കിന്റെ പ്രതികരണം കേട്ട് ചിലപ്പോൾ റൂബി ആ കാര്യം എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കും മൈക്ക് അവളെ കൊന്നിട്ടുണ്ടാവുക. അതേസമയം ഇവിടെ റൂബിയെ അന്വേഷിക്കുന്ന സമയത്ത് സിസിലി കാതറിനോട് മൈക്കിന്റെ ഫോണിൽ നിന്ന് അവൻ റൂബിക്ക് അയച്ച കുറെ മെസ്സേജസ് താൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും വഴിവിട്ട ബന്ധമുണ്ടായിരുന്നോ എന്ന് കാതറിൻ ചോദിക്കും. എനിക്കറിയില്ല എന്ന് സിസിലി പറയും. അപ്പൊ കാതറിൻ ഞാനും റാസ്മസും റൂബിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റാസ്മസിന്റെ ഫോണ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയും. ശേഷം ഇവർ എത്ര പരതിയിട്ടും റൂബിയുടെ ഒരു തുമ്പും കിട്ടില്ല. പിറ്റേ ദിവസം ആയിഷ സിസിലി ഓഫീസിലുള്ള സമയത്ത് അവളെ വിളിച്ചിട്ട് എനിക്കൊന്ന് നിന്നെ കാണാൻ പറ്റുമോ, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയും. സിസിലി ഓക്കെ എന്ന് പറഞ്ഞ് നേരെ ആയിഷയെ കാണാൻ പോകും. സിസിലിയെ കണ്ട ആയിഷ അവളോട് അന്ന് രാത്രി റൂബിയും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിച്ച ദിവസം മൈക്ക് അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ഇല്ല, അവനന്ന് കുറച്ച് കൂടുതൽ വർക്ക് ആയതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് വന്നതെന്ന് സിസിലി പറയും. ഓക്കെ, അന്ന് രാത്രി മൈക്ക് ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തായാലും മൈക്കിന്റെ ഓഫീസിലുള്ള സ്റ്റാഫ്സിനോട് ചോദിക്കുമെന്ന് ആയിഷ പറയും. നിങ്ങൾ മൈക്കിന്റെ പാസ്റ്റ് വെച്ചാണോ, അതായത് അവൻ മുമ്പ് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന ബാക്ക്ഗ്രൗണ്ട് വെച്ചാണോ അവനെ സംശയിക്കുന്നത്? അതുകൊണ്ടാണെങ്കിൽ അന്ന് അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്രയും മോശമായിരുന്നു. അവന്റെ അച്ഛൻ ആരാണെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. അമ്മയാണെങ്കിൽ ഏത് നേരവും കുടിച്ച് ലെക്ക് കെട്ട് നടക്കലായിരുന്നു. പിന്നെ അവന്റെ കൂട്ടുകെട്ട് തന്നെ അത്ര നല്ലതല്ലായിരുന്നു. അന്ന് ആ കുട്ടിയെ റേപ്പ് ചെയ്യുന്ന സമയത്ത് അവൻ നന്നായിട്ട് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത തെറ്റ് മനസ്സിലാക്കി പിന്നീട് കോടതിയിൽ അവൻ അവന്റെ തെറ്റെല്ലാം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൈക്കിന്റെ ജീവിതമൊക്കെ മാറി. അവൻ നന്നായി പഠിച്ച് ഒരു ലോയറായി. ഇപ്പൊ അവൻ അങ്ങനെയുള്ള യാതൊരു കാര്യവും ചെയ്യുന്നില്ല. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കാതെ ആയിഷ അന്ന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിച്ച ദിവസം മൈക്ക് കറക്റ്റ് എത്ര മണിക്കാണ് വീട്ടിലെത്തിയതെന്ന് ചോദിക്കും. ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും പോയിട്ട് ഹാഫ് അവർ കഴിഞ്ഞതിന് ശേഷമാണ് മൈക്ക് വീട്ടിലേക്ക് എത്തിയതെന്ന് സിസിലി പറയും. ബട്ട് അവൾ കള്ളം പറഞ്ഞതാണ്. സിസിലി അന്നേ ദിവസം സ്ലീപ്പിംഗ് പില്ല് കഴിച്ചത് കൊണ്ട് തന്നെ മൈക്ക് ആ ദിവസം കറക്റ്റ് എത്ര മണിക്കാണ് വന്നതെന്ന് ഓർത്തെടുക്കാൻ അവൾക്ക് പറ്റുന്നില്ല. എന്നാലും സ്വന്തം ഭർത്താവിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ട എന്ന് കരുതിയിട്ടാണ് അവൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മൈക്ക് വന്നതെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. സിസിലി പറഞ്ഞത് കേട്ട ആയിഷ മൈക്കിനെ ഒരു ഹോട്ടലിൽ വെച്ച് റൂബിയുടെ കൂടെ കണ്ടതായി ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്നാൽ സിസിലി അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ പിന്നീട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ മൈക്കിനോട് സിസിലി റൂബിയെയും കൂട്ടി നീ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം മൈക്ക് പോയിട്ടുണ്ടായിരുന്നു. റൂബിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എടുക്കാൻ വേണ്ടി ഞാനായിരുന്നു അവളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. അതോടൊപ്പം അവളെയും കൂട്ടി ഹോട്ടലിൽ കോഫി കുടിക്കാൻ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾക്കിടയിൽ വേറെ ഒന്നുമില്ല എന്ന് മൈക്ക് പറയും. റൂബിയെ കാണാതായതിന്റെ തലേ ദിവസം രാത്രി നീ എവിടെയായിരുന്നു? അന്നേ ദിവസം ഞാൻ സ്ലീപ്പിംഗ് പില്ല് കഴിച്ചത് കൊണ്ട് തന്നെ നീ എപ്പോഴാ വന്നതെന്ന് എനിക്കറിയില്ല. സത്യം പറ, നീ എപ്പോഴാ വന്നത്? എന്നാൽ സിസിലിയുടെ ചോദ്യത്തിന് മൈക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ പറയില്ല. മൈക്കിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ച് അവൾ ചോദിക്കും. സിസിലി നീ ഞാൻ റൂബിയെ റേപ്പ് ചെയ്തു എന്നാണോ വിചാരിക്കുന്നത്? അന്നേരം ദേഷ്യം വന്ന സിസിലി നിനക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. അപ്പൊ മൈക്കിന് എന്തോ പോലെയാകും. ബിക്കോസ് സിസിലി മൈക്കിന്റെ പാസ്റ്റ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവനെ മാരേജ് ചെയ്തത്. അങ്ങനെ താൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറിയിട്ടും വീണ്ടും തന്റെ പാസ്റ്റിലെ കാര്യങ്ങൾ എടുത്തിട്ടത് കൊണ്ട് തന്നെ മൈക്കിന് ദേഷ്യവും സങ്കടവും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വേറെ ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്ത് അന്ന് അവിടെ ഉറങ്ങും. ഇവിടെ മറുഭാഗത്ത് ആയിഷക്ക് ഹാർബറിന്റെ അടുത്ത് നിന്ന് ഒരു പെൺകുട്ടിയുടെ ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വരും. അങ്ങനെ ഒട്ടും സമയം പാഴാക്കാതെ ആയിഷ ആ സ്ഥലത്തേക്ക് പോകും. അപ്പൊ അവിടെ ചുവന്ന ജാക്കറ്റ് ധരിച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും കാണിക്കുക. ഇവിടെ വെച്ച് എപ്പിസോഡ് 4 കഴിയും. 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാതറിൻ സിസിലിയുടെ അടുത്ത് പോയിട്ട് ആയിഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരു ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് റൂബിയുടേതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന് പറ്റില്ല. കാരണം എനിക്ക് ഡെഡ് ബോഡി കാണുമ്പോൾ തന്നെ പേടിയാണ്. എന്റെ അമ്മ മരിച്ചപ്പോ പോലും ഞാൻ ബോഡി കാണാൻ നിന്നിട്ടില്ല. എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം സിസിലി റാസ്മസ് ഇല്ലേ അവിടെ, റാസ്മസിനോട് പോകാൻ പറ എന്ന് പറയും. ഇല്ല, റാസ്മസ് വീട്ടിലില്ല. നീ ഒന്ന് ഏഞ്ചലിനെ പറഞ്ഞേക്കുമോ എന്ന് കാതറിൻ ചോദിക്കും. എനിക്ക് അവളെ നിർബന്ധിച്ച് പറഞ്ഞേക്കാൻ പറ്റില്ല. ഏതായാലും നിനക്ക് പകരം ഞാൻ പോകാം. അങ്ങനെ അടുത്ത സീനിൽ സിസിലി റൂബിയുടെ ബോഡി ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ വീഗോ സിസിലിയോട് അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. മോനെ ഇപ്പൊ സമയമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്, വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് സിസിലി ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം സിസിലി ആയിഷയോട് കാതറിൻ കുറച്ച്
കുറച്ച് തിരക്കായത് കൊണ്ട് തന്നെ അവൾക്ക് വരാൻ പറ്റില്ല എന്ന് കള്ളം പറഞ്ഞിട്ട് സോ ബോഡി തിരിച്ചറിയുന്നതിന് അവൾക്ക് പകരം ഞാൻ കണ്ടാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആയിഷ ഓക്കെ എന്ന് പറഞ്ഞ് സിസിലിയെ കൂട്ടി ആ ബോഡിയുള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ബോഡി കണ്ട സിസിലിക്ക് അത് റൂബിയുടേത് തന്നെയാണെന്ന് തിരിച്ചറിയും. കുറെ നേരം സാൾട്ട് വാട്ടറിൽ ആയതുകൊണ്ട് തന്നെ റൂബിയുടെ ബോഡി ആകെ ബ്ലോട്ടഡ് ആയിട്ടുണ്ടാകും. അതെല്ലാം കണ്ടിട്ട് സിസിലിയുടെ ഉള്ളിൽ തന്നോടന്ന് റൂബി സഹായം ചോദിച്ച് വന്നിട്ടും താൻ അത് കാര്യമാക്കിയില്ല. അന്ന് അവൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നീ മരണം സംഭവിക്കില്ലായിരുന്നു എന്നുള്ള കുറ്റബോധം പടരും. അവൾ ആകെ വല്ലാതെയാകും. എന്നിട്ട് അവൾ ഞാൻ പുറത്തിരിക്കാമെന്ന് ആയിഷയോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ശേഷം ഡോക്ടർ ആയിഷയോട് റൂബി വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് മരിച്ചതെന്ന് പറയും. അന്നേരം ആയിഷ അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് ചോദിക്കും. അതെ, ഏകദേശം 5-8 ആഴ്ച ആയിട്ടുണ്ടാകുമെന്ന് ഡോക്ടർ പറയും. റൂബി ആരെങ്കിലും ഉപദ്രവിച്ചതായിട്ടോ മർദ്ദിച്ചതായിട്ടോ ഉള്ള പാടുകൾ ഉണ്ടായിരുന്നോ? ഓട്ടോപ്സി റിപ്പോർട്ട് വരാതെ എനിക്കൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ ആയിഷ, റൂബിയുടെ പ്രഗ്നൻസിക്ക് കാരണം ആരാണെന്ന് അറിയാൻ എനിക്ക് അവളുടെ കുട്ടിയുടെ DNA എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അതിനു മുമ്പ് അത് ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് ആയിഷ പുറത്തിരിക്കുന്ന സിസിലിയുടെ അടുത്ത് പോകും. അവളാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ടാകും. ആയിഷയോട് റൂബി പ്രഗ്നന്റ് ആയിരുന്നു എന്ന് സിസിലി ചോദിക്കും. അന്നേരം ആയിഷ അതേന്ന് പറയും. ആയിഷ സത്യം പറഞ്ഞാൽ അന്ന് രാത്രി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഡിന്നർ കഴിച്ച ദിവസം മൈക്ക് എത്ര മണിക്കാ വീട്ടിൽ വന്നതെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ സ്ലീപ്പിംഗ് പില്ല് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സെഡേഷനിൽ അവൻ എപ്പോഴാ വന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ വീട്ടിലെത്തിയതിനു ശേഷം ഏഞ്ചലിനോട് സിസിലി റൂബിയുടെ ബോഡി കിട്ടിയ കാര്യം പറയും. അതറിഞ്ഞ ഏഞ്ചൽ സങ്കടത്തോടെ ഈ കാര്യം അവളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു പറയും. അതേസമയം മറുഭാഗത്ത് ആയിഷ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൈക്കിനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. എന്നാൽ മൈക്ക് കോൾ എടുക്കില്ല. ഇവിടെ റൂബിയുടെ മരണം അറിഞ്ഞ നടുക്കത്തിൽ അന്ന് സ്കൂളിൽ നിന്ന് വീഗോയെ പിക്ക് ചെയ്യാൻ പോകാൻ സിസിലി മറക്കും. സിസിലി വരാത്തതുകൊണ്ട് തന്നെ മൈക്കിനെ വീഗോ വിളിച്ചിട്ട് തന്നെ ആരും പിക്ക് ചെയ്യാൻ വന്നില്ല എന്ന് പറയും. അങ്ങനെ മൈക്ക് വീഗോയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകും. പെട്ടെന്ന് മൈക്കിനെ അവിടെ കണ്ട സിസിലി വഴക്കിട്ട് പോയതിന്റെ ദേഷ്യം എന്നോണം നീ എന്താ ഇവിടെ വന്നതെന്ന് മൈക്കിനോട് ചോദിക്കും. വീഗോയെ ആരും സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നില്ല എന്ന് പറഞ്ഞ് അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണെന്ന് മൈക്ക് പറയും. അത് കേട്ട് സിസിലി വീഗോയോട് സോറി വീഗോ, നീ കുറച്ച് സമയത്തേക്കൊന്ന് മുകളിലേക്ക് പോകാമോ? എനിക്ക് നിന്റെ അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. അത് പ്രകാരം വീഗോ മുകളിലേക്ക് പോകും. സിസിലി റൂബിയുടെ ബോഡി കിട്ടിയ കാര്യവും താനാണ് ബോഡി ഐഡന്റിഫൈ ചെയ്തതെന്നും അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്നും പോലീസിന്റെ കണ്ണിൽ നീയാണ് ഇതിന് ഉത്തരവാദി. അതുകൊണ്ട് ഇനിയെങ്കിലും സത്യം പറ, നീയാണോ അവളെ കൊന്നതെന്ന് മൈക്കിനോട് ചോദിക്കും. സിസിലി മതിയാക്ക്, നീ പറഞ്ഞു ഇത് എങ്ങോട്ടാ പോകുന്നേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നീ എനിക്ക് കറക്റ്റ് മറുപടി തരുന്നില്ല? നീയാണോ അവളെ പ്രഗ്നന്റ് ആക്കിയതെന്ന് സിസിലി ചോദിക്കും. അപ്പോഴും താനൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരിക്കും മൈക്ക് പറയുക. എന്നാൽ സിസിലി വിശ്വസിക്കില്ല. സിസിലി അവനോട് ആ വീട്ടിൽ നിന്ന് പോകാൻ പറയും. അത് കേട്ട മൈക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതൊക്കെ വീഗോ ഇപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടാകും. അങ്ങനെ റൂബി മരിച്ച വിവരം എല്ലാവരും അറിയും. അങ്ങനെ പിറ്റേ ദിവസം മൈക്ക് എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ആയിഷ അവളുടെ ടീമിനെയും കൂട്ടിയിട്ട് മൈക്കിന്റെ ഓഫീസിലേക്ക് പോകും. ആയിഷ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഓഫീസിൽ കയറി വന്നതുകൊണ്ട് തന്നെ മൈക്കിന് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അവൻ ഈ കാര്യം ആയിഷയോട് പറയും. അങ്ങനെയാണെങ്കിൽ നീ വിളിച്ചാൽ കോൾ എടുക്കണമായിരുന്നു. നീ കോൾ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വരേണ്ടി വന്നതെന്ന് ആയിഷ പറയും. എന്നിട്ട് അവൾ റൂബിയെ കാണാതായ ആ ദിവസം രാത്രി നീ എവിടെയായിരുന്നു? നിന്റെ വൈഫ് ആദ്യം എന്നോട് പറഞ്ഞത് അന്നേ ദിവസം ഡിന്നർ കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നീ വീട്ടിലെത്തി എന്നാണ്. എന്നാൽ പിന്നീട് അവൾ ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി എന്ന് പറയും. അപ്പൊ മൈക്ക്, ഞാൻ ഓഫീസിൽ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ തെളിവുകൾ ഇവിടുത്തെ ക്യാമറയിലുണ്ട്. തെളിവ് കാണിച്ചു തന്നാൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് നിർത്താമോ എന്ന് ചോദിക്കും. അങ്ങനെ നിർത്തണമെങ്കിൽ നീ ഇന്ന് DNA ടെസ്റ്റ് ചെയ്യണം. റൂബിയുടെ കുട്ടിയുടെ അച്ഛൻ നീയാണോ എന്ന് പരിശോധിക്കണം. ഇന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് ആയിഷ പറയും. അങ്ങനെ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ റെഡിയാകും. അങ്ങനെ ടെസ്റ്റ് റിസൾട്ടിന് ഒടുവിൽ മൈക്കല്ല റൂബിയുടെ പ്രഗ്നൻസിക്ക് കാരണമെന്ന് മനസ്സിലാകും. DNA ടെസ്റ്റിന്റെ റിസൾട്ട് മൈക്ക് നേരെ കൊണ്ടുപോയി സിസിലിക്ക് കാണിച്ചിട്ട് പറയും, നിനക്ക് ഇപ്പൊ മനസ്സിലായോ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന്? ഇന്ന് പോലീസുകാർ എന്റെ ഓഫീസിൽ ഇടിച്ചു കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ അവർ വന്നു കഴിഞ്ഞാൽ എന്റെ കരിയറിനെ തന്നെ അത് ബാധിക്കില്ലേ എന്ന് ചോദിക്കും. മൈക്ക്, ഞാൻ ആയിഷയോട് അന്ന് രാത്രി നീ എവിടെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. എത്ര മണിക്കാണ് നീ അന്ന് വീട്ടിലെത്തിയതെന്ന് ഞാൻ ഒരുപാട് ചോദിച്ചിട്ടും നീ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആയിഷയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അവിടുന്ന് സീന് കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് വീഗോ എന്തോ ഫോണിൽ കാണുന്നുണ്ടാകും. അന്നേരം ക്ലാസ് എടുക്കുന്നതിനാൽ തന്നെ ടീച്ചർ അവനോട് ഫോൺ മാറ്റി വെക്കാൻ പറയും. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കില്ല. ഫോണിൽ തന്നെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ട് വീഗോയുടെ കയ്യിൽ നിന്നും ടീച്ചർ ആ ഫോൺ വാങ്ങിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ടീച്ചർ സിസിലിയെ വിളിച്ചിട്ട് സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയും. അതേസമയം വേറൊരു ഭാഗത്ത് റൂബിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷം അവളുടെ ബോഡിയിൽ എവിടെയും ആരും അവളെ കരുതിക്കൂട്ടി ഹേർട്ട് ആക്കിയതിന്റെ സൈൻ ഒന്നുമില്ല. പിന്നെ അവളുടെ തലയൊട്ടി ഫ്രാക്ചേർഡ് ആണ്. ഏകദേശം ഇതൊരു സൂയിസൈഡ് ആണെന്നുള്ള രീതിയിൽ ഡോക്ടർ ആയിഷയോട് പറയും. ഡോക്ടർ അത്രയൊക്കെ പറഞ്ഞിട്ടും ആയിഷക്ക് അതൊരു സൂയിസൈഡ് ആണെന്ന് തോന്നില്ല. ശേഷം ആയിഷ കാർലോയോട് അത് സൂയിസൈഡ് ആണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും റാസ്മസിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും പറയും. അപ്പൊ കാർലോ ഓട്ടോപ്സി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ റൂബിയുടെ മരണം സൂയിസൈഡ് ആണെന്ന്. പിന്നെ ഇനിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? അന്നേരം ആയിഷ സൂയിസൈഡ് ആണെന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം റൂബിയുടെ തലയോട്ടിയിൽ പരിക്കുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ കാർലോ റൂബി പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ റാസ്മസിനോട് അവൾ കാര്യങ്ങൾ പറഞ്ഞ് സഹായം ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ അയാൾ അവളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാകില്ല. അങ്ങനെയായിരിക്കും
അവൾ പ്രഗ്നൻസിയുടെ കാര്യവും താൻ എബോഷൻ ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യവും ചർച്ചിലെ ഫാദറിനോട് പോയിട്ട് പറഞ്ഞത്. എന്നാൽ എബോഷൻ ചെയ്യുന്നത് അവരുടെ മതത്തിന് എതിരാണെന്ന് ഫാദർ പറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് വേറെ വഴിയില്ല. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ തന്നെ അവളുടെ ഫിയാൻസെ സംഭവിച്ചതൊക്കെ അറിഞ്ഞാൽ എന്തായാലും അവളെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകില്ല. ചിലപ്പോൾ ഇതൊക്കെ കൊണ്ടാകും അവൾ സ്വയം ജീവൻ ഒടുക്കിയത് എന്ന് പറയും. അപ്പോഴും ആയിഷയുടെ ഉള്ളിൽ റൂബി ആരോ കൊലപ്പെടുത്തിയത് എന്നായിരിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ആയിഷ റാസ്മസിന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ റാസ്മസ് റൂബിയുടെ കേസുമായി ബന്ധപ്പെട്ട് മീഡിയാസ് എല്ലാം എന്നോട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. സോ നിങ്ങൾ മീഡിയയുടെ മുമ്പിൽ റൂബിയുടെ മരണം ആത്മഹത്യയാണെന്നും അല്ലാതെ കൊലപാതകമല്ല എന്നും പറയണം. അങ്ങനെയാകുമ്പോൾ എനിക്ക് മേലെയുള്ള അലിഗേഷൻസ് ഇല്ലാതാകുമെന്ന് പറയും. അന്നേരം ആയിഷ റൂബിയുടെ മരണം സൂയിസൈഡ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടത്ര സോളിഡ് എവിഡൻസ് ഞങ്ങളുടെ കയ്യിലില്ല. സോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം നടക്കില്ല എന്ന് പറയും. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മൈക്കിന്റെ DNA എടുത്തതുപോലെ എന്റെ DNA എടുത്ത് ടെസ്റ്റ് ചെയ്യും. അതാകുമ്പോ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് റാസ്മസ് പറയും. അങ്ങനെ ആയിഷ റാസ്മസിന്റെ DNA എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ടീച്ചർ വിളിപ്പിച്ചത് പ്രകാരം വീഗോയുടെ സ്കൂളിൽ എത്തിയ സിസിലിയാണ്. ഓസ്കാർ, വീഗോ അതുപോലെ ക്ലാസ്സിൽ വേറെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഫോണിൽ. അതിൽ സെക്സ്വൽ കോണ്ടന്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് വീഗോ അതിലെ ഒരു വീഡിയോ കാണുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ആ വീഡിയോയിലുള്ളത് നിങ്ങളുടെ ഔപ്പയർ ആയ പെൺകുട്ടിയാണെന്നാണ്. ഞാൻ ഈ ഗ്രൂപ്പിലുള്ള മറ്റു കുട്ടികളുടെ പേരൻസിനെയും വിളിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. അപ്പൊ സിസിലി എനിക്ക് ആ വീഡിയോ കാണിച്ചു തരാമോ എന്ന് ചോദിക്കും. അങ്ങനെ ടീച്ചർ ആ വീഡിയോ കാണിക്കും. എന്നാൽ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് റൂബി ആയിരിക്കും. അത് മനസ്സിലാക്കിയ സിസിലി ഇത് ഞങ്ങളുടെ ഔപ്പയർ അല്ല എന്ന് പറയും. അതുപോലെ ആ വീഡിയോ കാതറിന്റെ വീട്ടിലുള്ള ആ നാനി ക്യാം വെച്ച അലമാരയുടെ മുകളിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. അങ്ങനെ ബാക്കിയുള്ള കുട്ടികളുടെ പേരൻസ് ഒക്കെ അവിടെ എത്തും. ആ കൂട്ടത്തിൽ കാതറിനും ഉണ്ടാകും. എല്ലാ പേരൻസിനോടും ടീച്ചർ സംഭവങ്ങളെല്ലാം പറയും. ഓസ്കാർ ആണ് എല്ലാത്തിനും തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പേരൻസ് എല്ലാം ബഹളം വെക്കും. അത് കേട്ട കാതറിൻ ഗ്രൂപ്പിലെ ആ വീഡിയോ നോക്കിക്കൊണ്ട് എല്ലാവരോടും ഓസ്കാർ മാത്രമല്ലല്ലോ ബാക്കിയുള്ള കുട്ടികളും ഇതുപോലെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഓസ്കാറിന്റെ മാത്രം തെറ്റാണെന്ന് പറയാൻ പറ്റുന്നേ എന്ന് പറയും. അന്നേരം ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ഓസ്കാർ ആണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചതും ബാക്കിയുള്ള കുട്ടികളെ എൻകറേജ് ചെയ്ത് ഇതിലേക്ക് വലിച്ചിഴച്ചതും എന്ന് പറയും. അത് കേട്ട് ഓസ്കാറിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും ബഹളം വെക്കും. അവസാനം കലി വന്ന കാതറിൻ അവരോട് നീയൊക്കെ ആരാ ഇതൊക്കെ പറയാൻ? ഈ ഗ്രൂപ്പിലെ എല്ലാ കുട്ടികളും ഒരുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓസ്കാറിന്റെ തലയിലെല്ലാം കെട്ടിവെക്കണ്ട എന്ന് പറയും. ആ സമയം ടീച്ചർ കാതറിൻ ഏറ്റവും കൂടുതൽ സെക്സ്വൽ കോണ്ടന്റ്സ് ഷെയർ ചെയ്തത് ഓസ്കാർ ആണ്. ഇതൊക്കെ ഡിജിറ്റൽ അബ്യൂസ് ആണ്. അപ്പൊ അവൻ പണിഷ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവൻ എന്തായാലും സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയും. അപ്പൊ കലി വന്ന കാതറിൻ ഒന്നും നോക്കാണ്ട് ടീച്ചറിന്റെ മോത നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് അവിടുന്ന് പോകും. പിന്നീട് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സിസിലി കാണുന്നത് പുറത്ത് നിൽക്കുന്ന കാതറിനെ ആയിരിക്കും. അവളാണെങ്കിൽ കരയുന്നുണ്ടാകും. കാതറിനെ കണ്ട സിസിലി നീ ഇതെന്ത് ഭാവിച്ച ആ ടീച്ചറെ കയറി അടിച്ചത്? അപ്പൊ കാതറിൻ നീ കേട്ടതില്ലേ അവർ എന്താ ഓസ്കാറിനെ പറ്റി പറഞ്ഞതെന്ന്? അതൊക്കെ കേട്ടിട്ടും നീ എന്താ ഒന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കും. കാതറിൻ ഞാൻ എന്താ പറയേണ്ടത്? ഓസ്കാർ റൂബിയുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ വീഡിയോ എടുത്തു. ആ കാണിച്ചതിന് ഞാൻ എങ്ങനെയാ ന്യായീകരിക്കേണ്ടത്? പക്ഷെ അവൻ മാത്രമല്ലല്ലോ ബാക്കി കുട്ടികളും ഇതിൽ തെറ്റുകാരല്ലേ എന്ന് കാതറിൻ പറയും. അപ്പൊ സിസിലി നീയല്ലേ ആ നാനി ക്യാം അവിടെ നിന്ന് എടുത്ത് കളയുമെന്ന് പറഞ്ഞത്? അതിൽ നിന്ന് തന്നെയാണല്ലോ റൂബിയുടെ ആ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയും. എന്നാൽ അത് കേട്ട കാതറിൻ ഞാനത് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞതാണെന്ന് പറയും. നീ വെറുതെ കള്ളം പറയാൻ നിൽക്കേണ്ട, ഇനി വീഗോയുടെ കൂടെ ഓസ്കാറിനെ കാണരുതെന്ന് പറഞ്ഞിട്ട് സിസിലി അവിടുന്ന് പോകും. വീട്ടിലെത്തിയ ശേഷം സിസിലി വീഗോയുടെ അടുത്ത് പോകും. അപ്പൊ വീഗോ ഓസ്കാർ എന്നെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ സിസിലി ഗ്രൂപ്പിലുള്ള വീഡിയോ കാര്യമാണോ നീ ഈ പറയുന്നത് എന്ന് ചോദിക്കും. അല്ല, ഞാൻ ഈ പറയുന്ന വീഡിയോ അതവൻ എന്നെ മാത്രമാണ് കാണിച്ചത്. എന്നിട്ട് വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറയും. അപ്പൊ സിസിലി എന്താ ആ വീഡിയോ എന്ന് ചോദിക്കും. എന്നാൽ വീഗോ പറയില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ അന്ന് രാത്രി വീഗോയെ ഉറക്കിയതിനു ശേഷം സിസിലി കിച്ചണിൽ പോയി വെള്ളം കുടിക്കുന്ന സമയത്ത് ആരോ ഒരാൾ അവൾക്ക് നേരെ വിൻഡോ ഗ്ലാസ്സിലൂടെ കല്ലെടുത്തെറിയും. പെട്ടെന്ന് അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് പിടികിട്ടില്ല. ഇതോടെ ഈ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കും. 6ാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാതറിനെയാണ് കാണിക്കുന്നത്. അവൾ റൂബിയുടെ റൂമിലുണ്ടായ നാനി ക്യാമിലെ പെൻഡ്രൈവ് എടുത്തിട്ട് നോക്കും. എന്നാൽ അവൾ എന്താ കണ്ടതെന്ന് നമ്മളെ കാണിക്കില്ല. മറുഭാഗത്തെ സിസിലി ആയിഷയെ വിളിച്ചിട്ട് കഴിഞ്ഞിടെ വിൻഡോ ഗ്ലാസ് പൊട്ടിച്ചത് കാതറിൻ ആണെന്ന് തോന്നുന്നു. ഇന്നലെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് സിസിലി കുട്ടികളുടെ ഗ്രൂപ്പിനെ പറ്റിയും അതിൽ അവർ സെക്സ്വൽ കോണ്ടന്റ്സ് ഷെയർ ചെയ്തതിനെ പറ്റിയും അതുപോലെ നാനി ക്യാം വെച്ച് റൂബിയുടെ വീഡിയോസ് ഷൂട്ട് ചെയ്തതും ഓസ്കാർ ആ വീഡിയോസ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തതുമെല്ലാം പറയും. ഒപ്പം വീഗോയ്ക്ക് ഓസ്കാർ ഒരു വീഡിയോ കാണിച്ചിട്ട് ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞതും പറയും. പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയ ആയിഷ ഓസ്കാറിനെതിരെ നീ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സെക്സ്വൽ കോണ്ടന്റ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തതിന്റെ പേരിൽ ഞാൻ റാസ്മസിന്റെ വീട്ടിൽ പോയിട്ട് ഓസ്കാറിന്റെ ഡിവൈസസ് എല്ലാം ചെക്ക് ചെയ്യാം, ഇൻക്ലൂഡിംഗ് നാനി ക്യാം എന്ന് പറയും. അന്നേരം ഞാൻ റിപ്പോർട്ട് ചെയ്യാമെന്ന് സിസിലി പറയും. അങ്ങനെ ആയിഷ അവളുടെ ടീമിനെയും കൂട്ടിയിട്ട് കാതറിന്റെ അടുത്ത് പോയിട്ട് ഓസ്കാർ റൂബിയുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ വീഡിയോസ് എടുത്തതും പിന്നെ ആ വീഡിയോസ് മറ്റുള്ള കുട്ടികൾക്ക് അയച്ചു കൊടുത്തതുമായിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അത് കേട്ട് കാതറിന്റെ ആദ്യത്തെ ചോദ്യം ആരായി കംപ്ലൈന്റിന് പിന്നിൽ എന്നായിരിക്കും. എന്നാൽ ആയിഷ അത് സിസിലിയാണെന്ന് പറയില്ല. അവൾ ഞങ്ങളുടെ അടുത്ത് സെർച്ച് വാറണ്ട് ഉണ്ട്, സോ എനിക്ക് ഓസ്കാറിന്റെ ഡിവൈസസ് എല്ലാം ചെക്ക് ചെയ്യണം എന്ന് പറയും. അന്നേരം
കാതറിൻ, നിങ്ങളെന്ത് എന്റെ മകനെ മാത്രം തെറ്റുകാരനാക്കുന്നത്? ആ ഗ്രൂപ്പിൽ വേറെയും കുട്ടികളുണ്ട്, അവരും തെറ്റുകാരാണ്. പിന്നെ എന്താ അവനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയും. ബട്ട് ആയിഷ അതൊന്നും മൈൻഡ് ആക്കാതെ അകത്തേക്ക് കയറും. ശേഷം ആയിഷ റൂബിയുടെ റൂമിൽ പോയിട്ട് ആ നാനി ക്യാമ്പ് പരതും. പക്ഷെ അത് അവിടെ കാണില്ല. ആയിഷ ആ നാനി ക്യാമ്പിനെ പറ്റി കാതറിനോട് ചോദിക്കും. എന്നാൽ നാനി ക്യാമ്പിനെ കുറിച്ചുള്ള ആയിഷയുടെ ചോദ്യത്തിന് പിന്നിൽ സിസിലി ആണെന്ന് മനസ്സിലാക്കിയ കാതറിൻ, ഓ സിസിലി ആണല്ലേ ഇതൊക്കെ നിങ്ങളോട് അടുത്ത് വന്ന് പറഞ്ഞത്? വെൽ, ഞങ്ങൾ അതും പിന്നെ പഴയ കുറെ സാധനങ്ങളും എല്ലാം കൊണ്ടുപോയി കളഞ്ഞു, അതുകൊണ്ട് അതൊന്നും ഇവിടെ ഇല്ല എന്ന് പറയും. അങ്ങനെ ഒന്നും കേട്ടാതെ ആയിഷ അവിടുന്ന് പോകും. ആയിഷ പോയതിനു ശേഷം കാതറിൻ സിസിലിയുടെ അടുത്ത് പോയിട്ട്, നീയല്ലേ ഓസ്കാറിനെതിരെ ആയിഷക്ക് റിപ്പോർട്ട് ചെയ്തത്? എന്തിനാ നീ അങ്ങനെ ചെയ്തേ? എനിക്ക് ശരിയാണെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്തത്. ഓസ്കാർ ഈസ് റണ്ണിങ് വൈൽഡ്. ഇങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായി എന്ന് സിസിലി പറയും. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാനൊരു നല്ല അമ്മയല്ല എന്നാണോ? അതും സ്വന്തം കുട്ടിയെ നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഔപ്പേറിനെ വെച്ച് നീയാണോ എന്നെ പഠിപ്പിക്കാൻ വരുന്നേ പറഞ്ഞിട്ട് കാതറിൻ അവിടുന്ന് പോകും. അവൾ പോയതിനു ശേഷം വീഗോയുടെ സിസിലി രണ്ടും കൽപ്പിച്ച് ഓസ്കാർ എന്ത് വീഡിയോയാണ് നിനക്ക് കാണിച്ചു തന്നതെന്ന് ചോദിക്കും. അതേസമയം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് റൂബിയുടെ വയറ്റിലുണ്ടായിരുന്ന കുട്ടിയുടെ DNA റാസ്മസിന്റെ DNA മാച്ച് ആകുന്നുണ്ട്. ബട്ട് 24.1% മാത്രമേ മാച്ച് ആകുന്നുള്ളൂ എന്ന് പറയും. വാട്ട് ഈസ് ദാറ്റ് മീൻ ഹിയർ? മറ്റൊരു ഭാഗം വീഗോ സിസിലിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അങ്ങനെ റൂബിയുടെ വയറ്റിലുണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛൻ ഓസ്കാർ ആണെന്ന് ഞെട്ടിക്കുന്ന സത്യം അവൾ അറിയും. ഇവിടെ ഓസ്കാറിന്റെ കാര്യം എടുത്താൽ വെറും ഒരു 14 വയസ്സുള്ള ആൺകുട്ടി ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൽ തന്നെയുണ്ട് നമ്മളുടെ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറ എവിടേക്കാ പോകുന്നതെന്ന്. പുറം രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറയാനുണ്ടാകാം. ഓക്കെ, നമുക്ക് കഥയിൽ വരാം. അന്ന് വീഗോയ്ക്ക് സ്കൂളിൽ നിന്ന് ഓസ്കാർ കാണിച്ചു കൊടുത്ത വീഡിയോ അത് വേറൊന്നുമല്ല, ഓസ്കാർ റൂബിയെ റേപ്പ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. ഇതേ ഓസ്കാർ തന്നെയാണ് ആദ്യത്തെ എപ്പിസോഡിൽ മൈക്കും സിസിലിയും ഇന്റിമേറ്റ് ആകുന്ന വീഡിയോ എടുത്തത്. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞ് സിസിലി ഞെട്ടിത്തെരിച്ചിരിക്കും. അങ്ങനെ സിസിലി എല്ലാ കാര്യങ്ങളും ഏഞ്ചലിനോട് പറയും. ശേഷം സിസിലി മൈക്കിനെ വിളിച്ചിട്ട് അവനെ സംശയിച്ചതിന് സോറി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറയും. അതേസമയം സിസിലി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്ന് ഡ്രോൺ വഴി ഓസ്കാറിന് മനസ്സിലാകും. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഓസ്കാർ ഓടിപ്പോയിട്ട് സിസിലിയോട്, നിങ്ങൾ എന്നെ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണല്ലോ കാണുന്നത്. റൂബി എന്റെ പേരൻസ് ഹയർ ചെയ്തത് തന്നെ എന്റെ കാര്യങ്ങൾ നോക്കാനും എന്നെ ഇഷ്ടപ്പെടാനും വേണ്ടിയല്ലേ എന്നൊക്കെ ആ കുരിപ്പ് പറയും. ഓസ്കാറിന്റെ പെരുമാറ്റം കണ്ട് സിസിലി ഇനി തന്നെ ഇവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് മൈക്കിനോട് ഓസ്കാറിനെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ പറയും. അപ്പോഴേക്കും റാസ്മസ് എല്ലാ കാര്യങ്ങളും ആയിഷ വിളിച്ച് പറഞ്ഞറിഞ്ഞിട്ടുണ്ടാകും. കാതറിന് നേരത്തെ ആ പെൻഡ്രൈവിലൂടെ കണ്ടത് റൂബി ഓസ്കാർ റേപ്പ് ചെയ്ത വീഡിയോ തന്നെയാണ്. എന്നാൽ സ്വന്തം മകന്റെ തെറ്റ് പോലീസിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അത് നശിപ്പിച്ചു കളഞ്ഞത്. ശേഷം മൈക്ക് ഓസ്കാറിനെ കൂട്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്ന സമയത്ത് റാസ്മസ് മൈക്കിനോട് ഓസ്കാർ ആണ് റൂബിയെ റേപ്പ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. അവർ എന്തായാലും അവനെ അറസ്റ്റ് ചെയ്യും. ഒരു ലോയർ എന്ന രീതിയിൽ എന്നെ നീ ഇതിൽ നിന്ന് സഹായിക്കില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മൈക്ക് റാസ്മസിനെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ റാസ്മസ് ഇന്ന് റൂബിയുടെ മെമ്മോറിയൽ ഡേ ആണ്, സോ എന്തായാലും ചർച്ചിൽ പോകണമെന്ന് ഹാർഷായിട്ട് കാതറിനോട് പറയും. നിങ്ങൾ എന്താ എന്നോട് ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് അവൾ ചോദിക്കും. പിന്നെ എങ്ങനെ സംസാരിക്കണം? നമ്മളുടെ മകൻ ഉണ്ടാക്കി വെച്ച ഓരോ പ്രശ്നങ്ങളും നീ കണ്ടതല്ലേ? നീ അവനെ മര്യാദക്ക് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ വഷളാകൂലായിരുന്നു. പോരാഞ്ഞിട്ട് അവന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച ടീച്ചറെ നീ കയറിയടിച്ചു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഓസ്കാറിനെ ബോർഡിംഗ് സ്കൂളിൽ ചേർക്കാൻ പോവുകയാണ്. ഇന്നെന്തായാലും നമ്മൾക്ക് രണ്ടുപേർക്കും ചർച്ചിൽ പോകണം, പോയേ പറ്റുള്ളൂ എന്ന് റാസ്മസ് പറയും. ഒടുവിൽ റാസ്മസിന്റെ നിർബന്ധപ്രകാരം കാതറിൻ റാസ്മസിന്റെ കൂടെ ചർച്ചിലേക്ക് പോകും. ചർച്ചിൽ വെച്ച് കാതറിനെ കണ്ട ഏഞ്ചലും അവളുടെ ഫ്രണ്ട്സും കാതറിന്റെ അടുത്ത് പോയിട്ട് ഓസ്കാർ റൂബിയോട് ചെയ്തതിന്റെ ദേഷ്യത്തിൽ നീ എന്താ ഇവിടെ, നിന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വൻ സീനാക്കും. അങ്ങനെ കാതറിനും റാസ്മസും അവിടെ നിന്ന് പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ മൈക്കും റാസ്മസും കൂടി ഓസ്കാറിനെ എങ്ങനെയെങ്കിലും റൂബിയുടെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകും. അന്നേരം സിസിലി അവിടെ വന്നിട്ട് മൈക്കിനോട് ഓസ്കാർ ആണ് റൂബിയെ റേപ്പ് ചെയ്തതെന്ന് പറയും. അത് കേട്ട് റാസ്മസ് അതിന് അവർക്കിടയിൽ റേപ്പ് തന്നെയാണോ നടന്നതെന്ന് നമ്മൾക്ക് ശരിക്കും അറിയില്ലല്ലോ എന്ന് പറയും. ഓസ്കാർ വീഗോയ്ക്ക് അതിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വീഡിയോ, എന്ത് വീഡിയോ, എന്നിട്ട് ആ വീഡിയോ ഇപ്പൊ എവിടെ? വീഗോ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഓസ്കാർ അവന് കാണിച്ചു എന്ന്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഇല്ലല്ലോ. ഇനി ചിലപ്പോൾ വീഗോ കള്ളം പറഞ്ഞതാണെങ്കിലോ എന്ന് റാസ്മസും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കും. കൂടാതെ ഈ മൈക്കും റാസ്മസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. നോക്ക്, വീഗോ ഒരിക്കലും കള്ളം പറയില്ല, ഓസ്കാർ തന്നെയാണ് റൂബി റേപ്പ് ചെയ്തതെന്ന് സിസിലി ആവർത്തിച്ച് പറയും. ഓസ്കാർ മൈനറാണ്, ചിലപ്പോൾ ഓസ്കാറിനെ അങ്ങനെയൊക്കെ ചെയ്യാൻ റൂബി നിർബന്ധിച്ചതാണെങ്കിലോ എന്ന് നമ്മൾക്കറിയില്ലല്ലോ. മൈനറുടെ കൂടെ സെക്സ് ചെയ്യുന്നത് തെറ്റല്ലേ? അപ്പൊ റൂബി തെറ്റല്ലേ ചെയ്തത്? ഇവിടെ ശരിക്കും എന്റെ മകൻ ഓസ്കാർ ആണ് വിക്ടിം. ഇതൊക്കെ കൊണ്ട് സത്യം പറഞ്ഞാൽ അവന്റെ ലൈഫാണ് ഇല്ലാതാകുന്നതെന്ന് റാസ്മസ് പറയും. റാസ്മസിന്റെ
മൈക്കിന്റെ നിലപാട് കണ്ട സിസിലിക്ക് ഇവർ രണ്ടുപേരും കൂടി ഈ കേസിൽ നിന്ന് ഓസ്കാറിനെ തന്ത്രപൂർവ്വം രക്ഷപ്പെടുത്താൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കും. മറുഭാഗത്ത് കാർലോ ആയിഷയോട് റൂബിയാണ് നിർബന്ധിച്ച് ഓസ്കാറിനെ കൊണ്ട് സെക്സ് ചെയ്യിപ്പിച്ചതെന്നൊക്കെയാണ് ആ റാസ്മസ് പറയുന്നതെന്ന് പറയും. അന്നേരം ആയിഷ റാസ്മസും ആ കാതറിനും കൂടി ചേർന്ന് തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്ന് പറയും. അപ്പൊ കാർലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സോളിഡ് എവിഡൻസ് ഇല്ലല്ലോ, ഇല്ലാതെ എന്ത് ചെയ്യാനാ, കോടതിയിലാണെങ്കിൽ തെളിവില്ലാതെ കേസ് നിൽക്കില്ല. ഇനി അഥവാ റൂബി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ശരി, റാസ്മസ് ഓസ്കാർ മൈനർ ആയതുകൊണ്ട് തന്നെ തെളിവില്ലാത്തത് കൊണ്ട് റൂബിയുടെ തലയിൽ കെട്ടിവെച്ച് കേസ് വഴി തിരിച്ചുവിടും. മാത്രമല്ല ഈ ഓസ്കാറിന്റെ കേസ് സോഷ്യൽ സർവീസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക, ക്രിമിനൽ കോർട്ടിലേക്ക് പോകില്ല എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ അതേ ദിവസം രാത്രി സിസിലി മൈക്കിനോട് നീയും ആ റാസ്മസും ചേർന്ന് റൂബിയുടെ കേസിന്റെ ഗതി തന്നെ മാറ്റി ഓസ്കാറിനെ രക്ഷിക്കാൻ നോക്കുകയാണെന്ന് പറയും. അപ്പൊ മൈക്ക് ആവശ്യമുള്ള തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിയമപരമായി ഓസ്കാറിനോട് റൂബിയെ റേപ്പ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അവനില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഈ കേസ് തീരുമെന്ന് പറയും. പക്ഷെ മൈക്ക് അവൻ എന്നോട് അത് അഡ്മിറ്റ് ചെയ്തതാണല്ലോ എന്ന് സിസിലി പറയും. ബട്ട് ആ പറഞ്ഞത് നിന്നോടല്ലേ, അല്ലാതെ പോലീസിനോടല്ലോ. ഇനി എന്തൊക്കെയായാലും വീഗോ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് റാസ്മസ് തെളിയിച്ച് ഓസ്കാറിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തും. പിന്നെ ഇതിന്റെ പേരിൽ വീഗോയുടെ ടെസ്റ്റിമോണി എടുക്കാനും അവനെ കോർട്ടിൽ കയറ്റാനൊന്നും പറ്റില്ല. പിന്നെ അത് മതി അവൻ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവാൻ എന്ന് മൈക്ക് പറയും. റാസ്മസ് നിന്റെ ക്ലയൻസിൽ വെച്ച് ഏറ്റവും പൈസക്കാരനായതുകൊണ്ട് തന്നെ നീ എപ്പോഴും അയാളെ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്ന് സിസിലി പറയും. അന്നേരം മൈക്ക് ഈ കേസിൽ ഓസ്കാറിനെതിരെ തെളിവുകളില്ല, അപ്പൊ പിന്നെ ഈ കേസ് എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം സിസിലി ഏഞ്ചലിനെ വിളിച്ചിട്ട് നീ നാട്ടിലൊക്കെ പോയിട്ട് നിന്റെ കുട്ടികളൊക്കെ നന്നായിട്ട് നോക്ക്, എന്നിട്ട് ഒരു എൻവലപ്പ് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്റെ 3 മാസത്തെ സാലറിയും ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ നിന്റെ ബിസിനസിന് വേണ്ട കുറച്ച് പൈസയും ഉണ്ടെന്ന് പറയും. അത് കേട്ട് ഞെട്ടി ഏഞ്ചൽ നിങ്ങൾ എന്തേ പറയുന്നേ, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ സിസിലി നീ ഓസ്കാറിന്റെ കേസ് കേട്ടതല്ലേ, വീഗോ ആയിട്ട് നീ നല്ല അടുപ്പത്തിലാണ്, ഓസ്കാർ റൂബിയെ എന്ത് കണ്ണിലാ കണ്ടതെന്ന് നീ കണ്ടതല്ലേ, വീഗോ എങ്ങനെ നിന്നെ കാണുന്നതെന്ന് ഓർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, വീഗോ ഒരിക്കലും എന്നെ അതുപോലെ കണ്ടിട്ടില്ല. അത് കേട്ട് സിസിലി എനിക്കത് ഉറപ്പിച്ച് പറയാനാകില്ല, ഏതായാലും റൂബിക്ക് വന്ന അവസ്ഥ നിനക്കും വരരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയും. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്ക് വേണ്ടി നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് ഇപ്പൊ വേണ്ടത് എന്റെ ജോലിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നാൽ സിസിലിക്ക് ഏഞ്ചലിനെ എങ്ങനെങ്കിലും അവിടുന്ന് പുറത്താക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ നീ നിന്റെ ആപ്ലിക്കേഷൻ ഫോമിൽ നിനക്ക് കുട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കള്ളത്തരം കാണിച്ചിട്ടില്ലേ, അതുപോലെ എന്റെ മകന്റെ കയ്യിൽ നിന്നും നീ പൈസ വാങ്ങിച്ചിട്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ പുറത്താക്കുന്നത് എന്ന് നീ വിചാരിച്ചാൽ മതി, ഐ ആം സോറി എന്ന് സിസിലി പറയും. ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ആളുകളുടെ അവസ്ഥ നിങ്ങളെ പോലെയുള്ള പണക്കാർക്ക് മനസ്സിലാവില്ല, യു ആർ ജസ്റ്റ് ലക്കി, നിങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരം കാണാൻ പൈസയുണ്ടെന്ന് പറഞ്ഞിട്ട് ഏഞ്ചൽ അവിടുന്ന് പോകും. അതേസമയം സിസിലിക്ക് വീഗോയുടെ കാര്യം ഓർത്തും ഏഞ്ചൽ പറയുന്നത് കേട്ടും വല്ലാതെ കരച്ചിൽ വരുന്നുണ്ടാകും. ഒടുവിൽ ഏഞ്ചൽ അവിടുന്ന് പോകാൻ തീരുമാനിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ മൈക്ക് വന്നിട്ട് സിസിലിയോട് ഓസ്കാർ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറാൻ പോവുകയാണ്, അവൻ പോകുന്നതിനിടയിൽ നമുക്കൊന്ന് പോയിട്ട് യാത്ര പറയാമെന്ന് പറയും. എന്നാൽ അതിനോടൊന്നും സിസിലിക്ക് വലിയ താല്പര്യമുണ്ടാകില്ല. അത് മനസ്സിലാക്കിയ മൈക്ക് നീ എന്താ അവരെന്നേക്കുമായി ഒഴിവാക്കാനാണോ വിചാരിക്കുന്നത്, അവർ നമ്മളുടെ നെയ്ബർ ആണ്, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടി വരും, അത് മാത്രമല്ല 2 ദിവസത്തിനുള്ളിൽ എനിക്ക് റാസ്മസുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാം കൊണ്ടും നമ്മൾക്ക് ആ കുടുംബവുമായിട്ടുള്ള ബന്ധം വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ അവസാന സിസിലി മൈക്കിന്റെ നിർബന്ധത്തിന് വഴങ്ങി റാസ്മസിന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കും. അങ്ങനെ അവർ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ആയിഷ വീഗോയുടെ ടെസ്റ്റിമോണിക്ക് വേണ്ടിയിട്ട് സിസിലിയെ കോൾ ചെയ്യും. അപ്പൊ സിസിലി ഐ ആം സോറി, എവിഡൻസ് ഇല്ലാതെ നമുക്ക് ഈ കേസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇതിനു വേണ്ടി എനിക്ക് വീഗോയെ കോർട്ടിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല എന്ന് പറയും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ പിന്നെ കേസ് ക്ലോസ് ആക്കേണ്ടി വരും എന്ന് ആയിഷ പറയും. അപ്പോൾ സിസിലി ഐ നോ ബട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യും. അങ്ങനെ സിസിലി റാസ്മസിന്റെ വീട്ടിലേക്ക് പോകും. അന്നേരം ഓസ്കാർ അവിടെ നിൽക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. അപ്പോൾ സിസിലി അല്ല നിന്നെയല്ല, നിന്റെ പേരൻസിന് പറഞ്ഞാൽ മതിയല്ലോ, അവരുടെ അശ്രദ്ധ കാരണമാണ് നീ ഇങ്ങനെ ആയതെന്ന് പറയും. അന്നേരം ഓസ്കാർ അന്ന് റൂബിയെ കാണാതായതിന്റെ തലേ ദിവസം എന്റെ അമ്മയും റൂബിയും തമ്മിൽ നല്ല വഴക്കുണ്ടായിരുന്നു, അതിന്റെ നെക്സ്റ്റ് ഡേ ആണ് റൂബിയെ കാണാതായെന്ന് ഓസ്കാർ പറയും. അത് കേട്ട് സിസിലിക്ക് എന്തൊക്കെയോ ഡൗട്ട് വരും. ശേഷം സിസിലി കാതറിന്റെ അടുത്ത് പോയിട്ട് എന്നോട് നീ അന്ന് പറഞ്ഞത് റൂബിയെ കാണാതായതിന്റെ തലേ ദിവസം രാത്രി അവൾ നിന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എന്നല്ലേ, ശരിക്കും അന്ന് റൂബി നിന്നോട് റേപ്പിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം കാതറിൻ നീയും ഞാനും 2 രീതിയിലുള്ള അമ്മമാരാണ്, നീ കുട്ടികളെ എങ്ങനെ നന്നായി പെരുമാറണം എന്നാണ് പഠിപ്പിക്കുന്നത്, എന്നാൽ ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചു കൊടുത്തത് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ ഫൈറ്റ് ചെയ്യാം എന്നാണെന്ന് എന്തൊക്കെയോ അർത്ഥത്തിൽ പറയും. അന്നേരം സിസിലി സംശയത്തോടെ റൂബി എങ്ങനെയാ ശരിക്കും മരിച്ചതെന്ന് ചോദിക്കും. എങ്ങനെ മരിച്ചെന്നാണ് നിനക്ക് തോന്നുന്നതെന്ന് എന്തൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ട് കാതറിൻ സിസിലിയോട് ചോദിച്ചിട്ട് ഒരു സ്മൈലോട് കൂടി അവിടുന്ന് പോകും. ആ നിമിഷം സിസിലിക്ക് മനസ്സിലാകും റൂബി സൂയിസൈഡ് ചെയ്തതല്ല, കാതറിൻ കൊന്നതാണെന്ന്. പക്ഷെ കേസ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല, ഇനി പറഞ്ഞാൽ തന്നെ എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ
ആരും വിശ്വസിക്കില്ല. റൂബിയുടെ ഡിസപ്പിയറൻസിന്റെ തലേ ദിവസം രാത്രി സിസിലി കാതറിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് റൂബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഈ പ്രഗ്നൻസിയുടെ കാര്യം റൂബി പറഞ്ഞത് കൊണ്ടായിരിക്കാം അന്ന് കാതറിനും റൂബിയും തമ്മിൽ വഴക്കുണ്ടായതും കാതറിൻ റൂബിയെ കൊന്നതും. ചിലപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി റാസ്മസും അവളെ സഹായിച്ചിട്ടുണ്ടാകാം. അതിനുശേഷം എന്തോ ഒരു വലിയ അടി കിട്ടിയതുപോലെ സിസിലി അവിടെ തന്നെ നിൽക്കും. പെട്ടെന്ന് അവർ 3 പേരും എന്തോ അർത്ഥത്തിൽ അവളോട് സിസിലി നീ വരുന്നില്ലേ എന്ന് ചോദിക്കും. എന്നാൽ ആ ചോദ്യത്തിന് പിന്നിൽ ഞങ്ങളുടെ എല്ലാ സീക്രട്സും നീ അറിഞ്ഞു കഴിഞ്ഞു, ഇനി നീയും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്ന അർത്ഥമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് സീരീസ് കണ്ടിട്ട് കമന്റ് ചെയ്യണം. ഇതോടെ ഈ സീരീസ് കഴിയും. ഈ സീരീസ് ഒരു സ്ലോ ബേൺ നെറേഷൻ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഈ ആക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ടെൻഷൻ, സൈലൻസ്, ഡയലോഗ്സ് അതുപോലെ എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ട് വ്യൂവേഴ്സിനെ പിടിച്ചിരുത്താൻ ഈ സീരീസിന് പറ്റിയിട്ടുണ്ട്. നല്ലൊരു മെസ്സേജസ് കൂടി ഈ സീരീസ് കൺവേ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ സീരീസ് ഒന്ന് കണ്ടു നോക്കണം. ഇനി നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.